ലോകകപ്പിനോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സ്കൂളിൽ സംഘടിപ്പിച്ചത്. വിവിധ രാജ്യങ്ങളുടെ കളിമുറ്റത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകളുടെ ജേഴ്സി അണിഞ്ഞാണ് വിദ്യാർത്ഥികൾ സ്കൂളിലെത്തിയത്. മഞ്ഞയും നീലയും ചുവപ്പും നിറഞ്ഞ ജേഴ്സികൾ അണിഞ്ഞ് ആവേശത്തോടെ കുട്ടികൾ അണിനിരുന്നത് സ്കൂളിൽ വേറിട്ടൊരു കാഴ്ചയായി. തുടർന്ന് നടന്ന സ്പെഷ്യൽ അസംബ്ലിയിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിനോജ്, അധ്യാപകരായ ഷൈജു, പി ജയൻ എന്നിവർ സംസാരിച്ചു. മൊത്തം 48 രാജ്യങ്ങളാണ് ഏറ്റുമുട്ടുന്നത്. അതിൻ്റെ ആവശ്യമായി VHS ചെമ്മണ്ണ് സ്കൂളിലെ നമ്മുടെ കുട്ടികൾ ഇന്ന് നമ്മുടെ ഗ്രൗണ്ടിൽ ഊർജ്ജസ്വലമായിട്ട് ഈ കളി ആവേശം കൊണ്ട് തന്നെ കളിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരെയും എല്ലാവരെയും ഈ കളിയുടെ ഇതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തും. അങ്ങനെ ഇന്ന് ആരംഭിക്കുന്ന ഫിഫ ലോകകപ്പിനെ വരവേൽക്കാനായിട്ട് ചെമ്മണ്ണ് സ്കൂളും ഒരുങ്ങുകയാണ്. ഈ സ്കൂളിലെ കുട്ടികൾ പ്രത്യേകിച്ച് ഫുട്ബോളിനോട് ഒരു പ്രത്യേക താല്പര്യമുള്ള കുട്ടികളാണ്. ഈ സ്കൂളിലെ കുട്ടികൾ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾ ഈ ഞങ്ങളുടെ സ്കൂളിലുണ്ട്. അപ്പം ഈ ഒരു മാമാങ്കത്തെ വരവേൽക്കാനായിട്ട് ഈ ലോകത്തോടൊപ്പം ഈ ചെമ്മണ്ണ് സ്കൂളും അണിചേരുകയാണ്. അസംബ്ലിക്ക് ശേഷം വിദ്യാർത്ഥികൾക്കായി ആവേശകരമായ ഫുട്ബോൾ മത്സരവും പെനാൽറ്റി ഷൂട്ടൌട്ടും സംഘടിപ്പിച്ചു. മൈതാനത്ത് വാശിയേറിയ പോരാട്ടമാണ് കുട്ടികൾ കാഴ്ചവെച്ചത്. പ്രിയപ്പെട്ട ടീമുകളെ കുറിച്ചുള്ള ചർച്ചകളാൽ സജീവമാണ് സ്കൂൾ വരാന്തകൾ. ഈ വർഷം ബ്രസീൽ കപ്പ് തിരിച്ചുപിടിക്കുമെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ ക്രിസ്ത്യാനോയുടെ പോർച്ചുഗൽ ഇത്തവണ മുത്തമിടുമെന്നാണ് മറ്റു ചിലരുടെ പക്ഷം. എന്നാൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന തന്നെ കപ്പ് നിലനിർത്തുമെന്ന് അവരുടെ ആരാധകർ ഉറപ്പിച്ചു പറയുന്നു. സ്കൂളിലെ ഭൂരിഭാഗം പെൺകുട്ടികളുടെയും പിന്തുണ ക്യാനറപ്പടയ്ക്കൊപ്പമാണ് എന്നത് ശ്രദ്ധേയമായി. ലോകകപ്പ് ഫൈനൽ നടക്കുന്ന ജൂലൈ 19 വരെ സ്കൂൾ അസംബ്ലിയിൽ ദിവസവും ലോകകപ്പ് സ്പെഷ്യൽ ക്വിസ് മത്സരം നടത്തുവാനും സ്കൂൾ അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഫുട്ബോൾ ആവേശം ഒട്ടും ചോരാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സ്കൂളിലെ കായിക പ്രേമികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പീരുമേട്.